നീ ഒന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല, എനിക്കറിയാം നിനക്ക് എന്തോ വേണ്ടിയത്. ഇത് എല്ലാം തന്നു കഴിഞ്ഞിട്ടാ അടുത്തതെല്ലോ എന്തോ ഉള്ളത്? പരീക്ഷകളുള്ളത്. നമ്മുടെ ബിസിനസ്സിന് നല്ല വരുമാനം കാര്യങ്ങളെല്ലാം വരുമ്പോഴാ നമ്മുടെ എന്തോ തുടങ്ങുന്നത്? പരീക്ഷ തുടങ്ങുന്നത്. നമ്മൾ ഇത് നേരെ തിരിച്ചാ ചിന്തിക്കുന്നത്. നമ്മൾ ഓർത്തേക്കുന്നത് എന്തുവാ? ദൈവം എന്റെ ജീവിതം കണ്ട് പ്രസാദിക്കുന്നുണ്ടാ എന്റെ ബിസിനസ്സിന് എന്താ ചെയ്യുന്നേ? അതുകൊണ്ട് ആ ബിസിനസ്സിൽ കുറച്ചൊക്കെ പ്രോഗ്രാം വരുമ്പോൾ മോന് മെഡിസിനോ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിടക്കുക. കർത്താവേ സ്തോത്രം 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 ഹല്ലേലൂയ. ഞായറാഴ്ച നിന്നൊരു സാക്ഷ്യമുണ്ട്, ദൈവം നല്ലവൻ. എക്സാമിന് പോകുമ്പോൾ വീട്ടിൽ നിന്ന് ടേബിളും കസേരയും ഒന്നും എടുത്തോണ്ട് പോകേണ്ട ആവശ്യമില്ല. എക്സാം ഹാളിൽ ഓൾറെഡി ഒരു ഫാൻ ഉണ്ട്, ടേബിളും ഉണ്ട്, കസേരയും ഉണ്ട്, പേപ്പറും കിട്ടും, ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടും. പക്ഷെ നമ്മൾ ടേബിളിൽ അവിടെ ഇരുന്നുകൊണ്ട് കർത്താവേ അല്ല എക്സാമിന് ഈ ടേബിളിനായി സ്തോത്രം പറഞ്ഞിട്ട് കാര്യമില്ല, വാച്ച് നോക്കി എഴുതിക്കോ. നമ്മൾ എഴുതുന്ന വിഷയം മറന്നുപോയി. നമ്മൾ അവിടെ ഇരുന്ന് എന്തോ പറയുന്നേ? ഈ ഫാനായി സ്തോത്രം. ഈ ഫാൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ എഴുതിയേനെ? പേപ്പർ തന്നെ ആ നിമിഷം തന്നെ എന്തോ പറഞ്ഞു? ക്ലോക്ക് കണ്ടോ? വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുപോയി. വീട്ടിൽ നിന്ന് എന്തോ കൊണ്ടുപോയേക്കുന്നേ? ഒരു പേന, അതും പോക്കറ്റിൽ ഇട്ടുകൊണ്ടാ പോയേക്കുന്നത്. വേറെ ഒന്നും കൊണ്ടുവരണ്ട. വീട്ടിൽ നിന്ന് ജസ്റ്റ് പേപ്പറല്ല പേന. ഹാളിൽ കയറുമ്പോൾ വേറെ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ എല്ലാം ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടാ ഇരുത്തുന്നത്. നീ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുവരണ്ട, എല്ലാം ഇവിടെ കിട്ടും. കടലാസ് കൈ കിട്ടിയോ എന്തോ തുടങ്ങി. പക്ഷെ ഞാനവിടെ നല്ല കാറ്റാന്നല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ മിക്കവാറും ഇന്ന് വിശ്വാസികൾ പരീക്ഷയുടെ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈ കടലാസ് ആരാ എഴുതുന്നേ? അതുകൊണ്ടാ തല്ല് കിട്ടുന്നത്, ഇല്ലേ? സ്നേഹിക്കുന്നവരെ എന്തോ ചെയ്യും? വാക്കുണ്ടല്ലോ, ശിക്ഷിക്കുമല്ല, ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിനകത്ത്. വായിച്ച എബ്രായർ 12 ബാലശിക്ഷയല്ല, അവിടെ ഒരു വാക്കുണ്ട്. നമ്മൾ ആ വേർഡ്സ് ഒക്കെ ഒത്തിരി മോഡിഫൈ ചെയ്യും. അതിന്റെ 5 വായിച്ച 12:5. മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. മകനെ കേൾക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. പക്ഷെ അടുത്ത വാക്ക് എന്തുവാ? ശിക്ഷയാ, ഇല്ലേ? മകനെ കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. പറഞ്ഞ വാക്കുണ്ടോ? കർത്താവ് കൈക്കൊള്ളുന്നത് ഏത് മകനെയും എന്തോ ചെയ്യും? തല്ലുന്നു. തല്ല് കിട്ടുന്ന ഉമ്മയല്ല, തല്ല് കിട്ടും. പക്ഷെ നമ്മൾ ആ തല്ല് കിട്ടിയിട്ട് നമ്മൾ പറയുന്നത്, നിങ്ങൾക്കറിയാം എന്റെ പിതാവ് എന്നെ എത്ര സ്നേഹിക്കുന്നു. ഈ സ്നേഹത്തിന്റെ ലക്ഷണം എന്തോ എനിക്ക് കിട്ടുന്ന തല്ല്. നമ്മൾ അത്രയും തല തിരിഞ്ഞിരിക്കുന്ന. അതുകൊണ്ടാ പേര് പറഞ്ഞത് യാക്കോബേ. യാക്കോബേ എന്നാ വിളിക്കുന്നത്. നിനക്ക് എത്ര തല്ല് കിട്ടിയാലും നമ്മൾ ആ തല്ലിൽ എന്തോ ചെയ്യും? നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് തല്ലൊന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനെ ഈ കഷ്ടതയുടെ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ അത് തല തിരിച്ചാ നമ്മൾ ഇനിയിപ്പോ പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ ജീവിതം മുഴുവൻ കഷ്ടതയാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, അല്ലേ? ദൈവം ആരെയാ തല്ലുന്നേ? സ്നേഹിക്കുന്നവരല്ല, നടക്കേണ്ടി പോലെ നടക്കാത്തവരെ തല്ലുന്നേ. പക്ഷെ നമ്മൾ പറയുന്നത് എന്തുവാ? എന്റെ മോളെ ഞാൻ എല്ലാ ദിവസവും പിടിച്ച് തല്ലുവോ? പക്ഷെ നമ്മുടെ ആ ഇന്റർപ്രിട്ടേഷൻ മനസ്സിലായ? ദൈവം സ്നേഹിക്കുന്നവരെ എല്ലാം തല്ലും. പക്ഷെ ആ തല്ല് കിട്ടുന്ന എന്തിനാ? കുസൃതിയാ. യാക്കോബാ പേര്. അതുകൊണ്ടാ തല്ല് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുക അടുത്ത തല്ല് കിട്ടാൻ. അങ്ങനെ നമ്മൾ കഷ്ടതയുടെ ഉപദേശം കേട്ടോണ്ട് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് തല്ലൊന്നും കിട്ടുന്നില്ലല്ലോ, നിങ്ങൾ ശപിക്കപ്പെട്ടവരാ. അവർ പറയുന്നത്, നീ ശപിക്കപ്പെട്ടവനായപ്പോ നിനക്ക് തല്ല് കിട്ടുന്നു. എന്നെ പിതാവ് സ്നേഹിക്കുന്നോണ്ടാ എന്നെ തല്ലുന്നത്. നടക്കേണ്ടിയ പോലെ നടന്നാൽ ഇത്രയും തല്ല് കിട്ടുമോ? പറഞ്ഞാണ് വിഷയങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? സ്നേഹിക്കുന്നവരെ എന്തോ ചെയ്യും? അന്നേരം പിതാവ് പിടിച്ച് തല്ലുമ്പോൾ ഇടയ്ക്ക് ആരെങ്കിലും കയറിയാൽ അവർക്കും എന്തോ കിട്ടും? തല്ല് കിട്ടും.